ഒടുവിൽ ഒരിക്കൽ നാം ചെന്നു ചേരും അല്ലലില്ലാത്തൊരു ദേശമതിൽ. ഒടുവിൽ ഒരിക്കൽ നാം ചെന്നു ചേരും അല്ലലില്ലാത്തൊരു ദേശമതിൽ. സ്വർഗതാതൻ ഒരുക്കിയിടുന്ന കഷ്ടമില്ലാത്തൊരു വാസസ്ഥലം. സ്വർഗതാതൻ ഒരുക്കിയിടുന്ന കഷ്ടമില്ലാത്തൊരു വാസസ്ഥലം. ഒടുവിൽ ഒരിക്കൽ നാം ചെന്നു ചേരും അല്ലലില്ലാത്തൊരു ദേശമതിൽ. ഒടുവിൽ ഒരിക്കൽ നാം ചെന്നു ചേരും അല്ലലില്ലാത്തൊരു ദേശമതിൽ. ലോകം ഇന്നേകും ശോകങ്ങൾ മാത്രം ക്ഷണികമാകും ഈ ജീവയാത്രേ. ലോകം ഇന്നേകും ശോകങ്ങൾ മാത്രം ക്ഷണികമാകൂമി ജീവയാത്രേ. ഈ കഷ്ടങ്ങൾ ഒന്നും സാരമില്ല, നാം എത്തും ദേശമോ ശോഭനമേ. ഈ കഷ്ടങ്ങൾ ഒന്നും സാരമില്ല, നാം എത്തും ദേശമോ ശോഭനമേ. ഒടുവിൽ ഒരിക്കൽ നാം ചെന്നു ചേരും അല്ലലില്ലാത്തൊരു ദേശമതിൽ. ഒടുവിൽ ഒരിക്കൽ നാം ചെന്നു ചേരും അല്ലലില്ലാത്തൊരു ദേശമതിൽ. ഒന്നേയുള്ളി വാസം ഭൂവിൽ, ക്ഷിപ്രം മായത് നീങ്ങിപ്പോകും. ഒന്നേയുള്ളി വാസം ഭൂവിൽ, ക്ഷിപ്രം മായതു നീങ്ങിപ്പോകും. ദൈവീക കൽപ്പന കാത്തുകൊണ്ടെന്നാൽ സ്വർഗീയ ഭവനം സ്വന്തമായി തീരും. ദൈവീക കൽപ്പന കാത്തുകൊണ്ട് യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ. ജീവൻ വച്ചിടും രക്ഷകനായ അന്ത്യശ്വാസം വരെയും. ജീവൻ വച്ചിടും രക്ഷകനായ അന്ത്യശ്വാസം വരെയും. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. നാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാനാത്മാവിനായി യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും
രക്ഷകനായ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായ അന്ത്യശ്വാസം വരെയും. പ്രാർത്ഥിച്ച് അമ്മയുടെ ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കാം. നമ്മളെ പ്രാർത്ഥനയിൽ आज जो भी सेवकाई है प्रभु और जो भी नियुक्ति किए गए उन सबों को प्रभु जी विशेष पीछे के साथ इस्तेमाल करना पड़ेगा। सारा कार्यक्रम सारी बातें योग्य और आशीषित रीति से करने की सब बातें आपके हाथ में, वातावरण को नियंत्रण करना पड़ेगा। सारा मौसम आपके हाथ में हम सौंपते हैं। सबका नियंत्रण आप रखते हुए आगे का हर काम प्रभु जी आपके बलवंत हाथों में सौंपते हैं। सब कुछ यीशु के नाम से। हमें जल्दी से जल्दी हम कुछ वचनों को पढ़ेंगे। हमें फर्स्ट कुरिन्थियों की पत्री 15 अध्याय से 12 से लेके 12 से लेके 58 तक हम पढ़ेंगे. हमें सन्नी पास सन्नी अवेलेबल फर्स्ट कुरिन्थियों चैप्टर 15 का 12 से लेके 28 तक जो वचन है पढ़ने में हमें सहायता करेंगे. ക്രിസ്തു മരിച്ചിട്ടോ ഉയർത്തെഴുന്നേറ്റെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികയിൽ ദൈവം ഓർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിശരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകുകയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താന്താന നിലയിലെത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിലുള്ളവർ. അവൻ്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അന്ന് അവനെല്ലാം വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തിന് ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴുകിയെത്രയെന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. ആമേൻ. എല്ലാം മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്തു ചെയ്യും? മരിച്ചവർ കേവലം ഉയർത്തുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നതെന്തിന്? ഞങ്ങളും നാഴിക തോറും പ്രാണഭയത്തിലാകുന്നതെന്തിന്? സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുവിങ്കൽ എനിക്കോ നിങ്ങളിലുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷം എന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ. പാപം ചെയ്യാതിരിപ്പിൻ. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. പക്ഷെ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമിക ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദം ഉണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർത്തുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർത്തുന്നു.
ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി, എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണ് കൊണ്ടുള്ളവനെ പോലെ മണ്ണ് കൊണ്ടുള്ളവനും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയെയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും ചെയ്യും. നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യതയെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകിയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. അമ്മേ, 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ മനോജ് പാസ്റ്റർ നമ്മളെ വായനയിൽ സഹായിക്കും. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങൾ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളുവീൻ. ആമേൻ. ഹല്ലേലൂയ. പ്രത്യാശയുള്ള വചനങ്ങൾക്ക് ഒരു പ്രാവശ്യം നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ആമേൻ. ഇവിടുത്തെ ലേഖനം 1-15 മുതൽ 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ പുനരുദ്ധാനത്തെ പറ്റി പൗലോസ് പറയുന്നു. ഇതിലോട് വളരെ വലിയതൊന്നും അതിനകത്ത് നമുക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഈ 15 മുതൽ 12 മുതൽ 58 വരെയുള്ള വാക്യത്തിൽ അതിൻ്റെ ഒരു ആകെ തുക എന്ന് പറയുന്നത് നമ്മിൽ വെളിപ്പെടാനൊരു തേജസ്സുണ്ട്. ഹല്ലേലൂയ. നാം ബലഹീനതയിലാണ് പിതാവ് ഇന്ന് അടക്കം ചെയ്യപ്പെടുന്നത്, പക്ഷെങ്കിൽ ശക്തിയോട് ഉയർക്കുന്ന ഒരു ദിനമുണ്ട്. പ്രൈസലോട്. ആ 15-ാം അധ്യായത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മിൽ വെളിപ്പെടാനുള്ള മഹത്വത്തെ വലിയ വിശാലമായി വളരെ ആലങ്കാരികമായി പരിശുദ്ധാത്മാവ് നമുക്ക് ആലേഖനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ട് നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടം ലഘുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഇന്ന് പകൽ ഈ പിതാവിനെ ബലഹീനതയോടും വളരെ ശാരീരികമായ ക്ഷീണിതനായ താൻ ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോയത് തനി ലോകത്ത് നിന്ന് വിട്ടുപോകുന്നു. എന്നാൽ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ വചനത്തിൻ്റെ ആധികാരികതയിൽ നാം പഠിച്ചാൽ മഹത്വത്തോടെ ഉണരുന്ന ഉയർക്കുന്ന ഒരു ദിനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ തേജസ്സിനെ ധരിപ്പാൻ നാമും നമ്മളെ തന്നെ ഒരുക്കുവാനിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മിലൊരു തേജസ് വെളിപ്പെടാനുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് കല്ലേറും അതുകൊണ്ട് ഗുഹകളിലും അതുകൊണ്ട് ജടയാടുകളെയും കോലാടുകളെയും തോല് ധരിച്ചുകൊണ്ട് കഷ്ടം സഹിച്ച് ഈ ലോകം യോഗ്യമല്ലെന്നെണ്ണി വിശുദ്ധിയിലും വേർപാടിലും ദൈവകൃപയിലും വചനം പറയുന്ന വ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഓടിയവരുടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഈ കട്ടത്തിന് നടുവിലും ധരിപ്പാനൊരു തേജസ്സുണ്ട്. ഹല്ലേലൂയ. വെളിപ്പെടാനൊരു ദൈവിക മഹത്വം എന്നിലുണ്ട്. ആ
വലിയ പ്രത്യാശ ഇന്ന് പകൽ നമ്മൾ ഓരോരുത്തരെയും ഭരിപ്പാനിടയാകണം. ആ മഹിമയെ ധരിക്കുവാൻ പിതാവ് നമ്മളെ വിട്ട് മടങ്ങിപ്പോയി. നാളെ നമ്മുടെ അവസ്ഥയും ഇങ്ങനാണ്. പക്ഷേ നമുക്കൊരു പ്രത്യാശയുള്ളത്, നമ്മിൽ വെളിപ്പെടാനൊരു മഹത്വമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് വളരെ ശക്തമായി പറയുന്നു, ഹല്ലേലൂയ, ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്തെ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത് ഈ ലോകത്തിൽ ചിലതിനെ നേടാനല്ല, അവൻ്റെ മഹത്വം പ്രാപിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ മഹത്വം പ്രാപിപ്പാൻ ഹല്ലേലൂയ ഈ സുവിശേഷത നമ്മളെ രക്ഷയ്ക്ക് വിളിച്ചു. ഹല്ലേലൂയ. आमेन. इस सुसमाचार की घोषणा में हमें इसलिए उद्धार के लिए बुलाया है, उस महिमा को हम धारण करें. उसके लिए हमें क्या करना है? उसकी व्यवस्था पर, उसकी विधियों पर चलकर एक पवित्र जीवन को बिताना जरूरी है. इसलिए अपने जीवन को हम समर्पण करेंगे प्रार्थना के साथ. हमें अपनी वर्गीय संकुल के एक अच्छा विधाई हम देंगे. हालेलुया. एक नित्य में आनंद जीवन के दिन में हमें प्रिय हालेलुया वर्गीय संकुल के साथ हम परमेश्वर को धन्यवाद करेगा. हालेलुया. हमारी आशा है, हमें मसीह जीवन की सबसे बड़ा आशा वो ही है, वो आशा हमारी अंदर और बढ़ना पाए. हालेलुया. प्रेज़ द लॉर्ड. हम आगे की सेवकाई की ओर जाएंगे. प्रेज़ द लॉर्ड. प्रार्थना के साथ हम ये सारे बात जब हम कहता है, हमें आपको ऐसा लगे कि बार बार इस वजन को क्यों पड़ता है, क्योंकि ये हमारी सबसे बड़ा आशा है. प्रेज़ द लॉर्ड. इसलिए इस दुनिया के अंदर हालेलुया बहुत कष्टों को सहन कर इसलिए चलता है, പ്രകട होने के महिमा बाकी है. हालेलൂയ. വെളിപ്പെടാൻ ഒരു തേജസ് ഉള്ളതുകൊണ്ട് ഇന്നും ഈ ദൈവത്തിൽ ആശ വെച്ച് വചനത്തിന്റെ വ്യവസ്ഥയനുസരിച്ച് ഞങ്ങൾ ജീവിക്കുന്നു. ദൈവം നമ്മൾ അനുഗ്രഹിക്കേണ്ട വിശേഷാൽ പ്രിയ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇനി ആർക്കെങ്കിലും കാണാനുണ്ടെങ്കിൽ ആമേൻ. अगर किसी को मिलना है, देखना है, आपको समय है, नहीं है तो आमेन कॉफिन को बंद करेंगे. उसके बाद आमें बाकी एक और वचन पढ़कर हम प्रार्थना के साथ उनको दफाए जाएंगे. हमें प्रार्थना के साथ हम खड़े रहेंगे. अगर कोई है, अभी सिबी दीदी और आदर्श भाई आगे आएंगे, उनके मुंह को हमें बंद करेंगे. एक मिनट आप इसको नहीं इधर होगा तो दिक्कत കെട്ടുപോകിലും ഈ ഗേഹം വിട്ടുപോകിലും ഈ ദേഹം കെട്ടുപോകിലും കർത്തൻ കാഹളനാദത്തിൽ ഒട്ടു ചേർന്നിടും നാവിനെ കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി വേണ്ട ദുഃഖം തെല്ലുവേ പ്രത്യാശയില്ല വേണ്ട ദുഃഖം തെല്ലുമേ പ്രത്യാശയിന്തിന് കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി കർത്തൻ
പിരിഞ്ഞിടും വീട്ടുകാർ കരഞ്ഞിടും കൂട്ടുകാർ പിരിഞ്ഞിടും വീട്ടുകാർ കരഞ്ഞിടും കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. അമ്മ വചനം പറയുന്നു, ആമേൻ. നിലത്തു നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് തിരികെ ചേരും. हालेलुया. वचन में जैसे वचन कहता है, जैसे मिट्टी का था उसको मिट्टी में हमें दिया जाता है. प्रेज़ द लॉर्ड. हालेलुया. जो वचन हमें कहता है, प्रेज़ द लॉर्ड, जैसे हमें मिट्टी से उनको लिया है, हमें वैसे उनको मिट्टी को हमें दिया जाएगा. प्रेज़ द लॉर्ड. और वचन है, പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. വചനം പറയുന്നു, वचन कहता है जैसे मिट्टी थे वैसे तुम हमें उस पृथ्वी को हमें उन्हें वापस देता है. जो आत्मा जिसने उनको आत्मा दिया है, उस परमेश्वर के साथ उस आत्मा हमें चले जाएगा. प्रेज़ द लॉर्ड. आज हमें जैसे हमें इस स्वर्गीय संकल्प को जो मिट्टी से बनाया है, उस मिट्टी को हम दिया गया है. प्रेज़ द लॉर्ड. हमें एक आशा है, फिर भी हालेलुया के पुनरुत्थान में हमें उन्हें देखेगा. प्रेज़ द लॉर्ड. आशा के साथ हमें विदाई देंगे. दानियल की पत्री में दानियल की किताब में एक वचन है. हालेलुया. हमें ഇങ്ങനെയാണ് വചനം, हमें നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. വളരെ പ്രത്യാശയോടെ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. बहुत आशा भरे हुए हमें विश्वास के साथ हम एक और बार हम परमेश्वर को धन्यवाद करें. हमें आनंद के साथ हम धन्यवाद करें. भले हमारी अंदर दुख है, लेकिन उसके साथ हमारी आशा बढ़ना चाहिए. प्रेज़ द लॉर्ड. एक और बार हमें वर्गीय संकल्प को परमेश्वर ने दिया हुआ साल के लिए धन्यवाद करें. 88 साल इस देश में परदेशी होकर हालेलुया अपनी विश्वास जीवन को चलाने के लिए परमेश्वर ने मदद किया. जब समय आया, परमेश्वर ने वापस बुलाया. हमें अंत नहीं है, हमें पुनरुत्थान के दिन हमें उससे देखेगा. प्रेज़ द लॉर्ड. विश्वास के साथ हम उनको एक विदाई को देंगे. प्रेज़ द लॉर्ड. हम प्रार्थना करेंगे और आशीर्वाद के साथ उन्हें हम मिट्टी में हमें दफनाने जाएंगे. परमेश्वर हम सबको आशीषित करे. अभी हमें लीडर सचर KPC के पास्टर हमें आगे आएंगे, वो हमें प्रार्थना में मदद करेंगे और आशीर्वाद भी हमें समय. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ജീവൻ്റെ ഉടയവനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞ് അനുവദിച്ചു തരുന്ന എല്ലാ സമയങ്ങളിലും കർത്താവേ അങ്ങയുടെ സന്നിധാനത്തിൽ സ്തോത്രം ചെയ്യുവാൻ അവിടുന്ന് തരുന്ന എല്ലാ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു, അവിടുന്ന് എടുത്തു, അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പറയത്തക്കവണ്ണം ദൈവമേ, പ്രിയ പിതാവിന് ഈ ലോകത്തിൽ കൊടുത്ത ആയുസ് പൂർത്തീകരിച്ച് സമയമായപ്പോൾ അങ്ങയുടെ സന്നിധാനത്തിലേക്ക് അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന നിത്യതയിലേക്ക് അവിടുന്ന് വിളിച്ച് ചേർത്തിരിക്കയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആമേൻ. ഈ ഭൗതിക ശരീരം ദൈവമേ മണ്ണിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഈ നിമിഷം ദൈവമേ, ദുഃഖത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്, സഹോദരി സഹോദരങ്ങളുണ്ട്, അവരെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേ. സകല ആശ്വാസങ്ങളുടെയും ഉറവിടമായി ഞങ്ങളുടെ കർത്താവേ, ഉള്ളിൽ ആശ്വാസവും പ്രത്യാശയും കർത്താവിടുന്ന് പകരണമേ എന്നും കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് അവിടുത്തെ വചനം പോലെ ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമെന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങനെയുള്ള വിശ്വാസത്തിൽ ഉറപ്പോടെ പ്രത്യാശയോടെ ധൈര്യത്തോടെ ആമേ ശിഷ്ടായുസ് ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഓരോ ദിവസവും അങ്ങയുടെ വരവിനെ നോക്കി അവിടുത്തെ കാഹളധ്വനിക്കായി ആമേ ഒരുങ്ങി പാർപ്പാൻ ഞങ്ങൾ എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ എന്നും കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. വിശേഷാൽ ദൈവമേ ആമേൻ, ഈ ആമേൻ ശരീരത്തെ ആമേൻ മണ്ണിൽ നിന്നെടുത്തിരിക്കാൻ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ആമേൻ അവിടുത്തെ വചനം പോലെ ഈ നിമിഷം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലും വലിയ പ്രത്യാശയും ആമേൻ വിശ്വാസത്താൽ നിറയ്ക്കണമേ എന്നും കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആ മഹത്വമുള്ള ശരീരം പ്രാപിപ്പാൻ ഉയർത്തു വരുന്ന ആ ദിനത്തിലേക്ക് കർത്താവേ ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് ഒരുക്കണമേ എന്നും കൂടി ഞങ്ങൾ
പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ കർത്താവ് അങ്ങയുടെ ദാസന്മാരെ വെളിപ്പെടുത്തിയതിനായി സ്തോത്ര. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്തതിനായി സ്തോത്ര. കാലാവസ്ഥ എല്ലാം കർത്താവ് ഇവിടുന്ന് അനുകൂലമാക്കി തന്നതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരു കൂടി നാഥ താഴ്ത്തി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ സ്വർഗ്ഗീയ പിതാവേ, സ്തോത്രം. കർത്താവുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ഇത്രത്തോളം പ്രത്യാശയും ആമേൻ വിശ്വാസം കർത്താവ് നമുക്ക് നൽകി ഉറപ്പിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ യേശുക്രിസ്തുവിൻ കൃപ, പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ നമ്മെല്ലാവരോടും വിശേഷാല വേർപാടും ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും കൂടെ ആമേൻ കർത്താവിന്റെ മേഘപ്രത്യക്ഷതയും ഉണ്ടായിരിക്കുമാറാകട്ടെ. പൂർവ പിതാക്കളാം ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം. പൂർവ പിതാക്കളാം ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം. ആകെ ലോകമതിൽ യാത്ര ചെയ്യും നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ. ജീവൻ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായ അന്ത്യശ്വാസം കഴിയുന്നു നാളുകൾ പോയി നാമത്തെ കീർത്തിപ്പാനാം യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ. ജീവൻ വച്ചിടും രക്ഷകനായ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായ അന്ത്യശ്വാസം വരെയും ജീവൻ യേശുവേ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ജീവൻ യേശുവേ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ.
ദോഷമായിട്ടെന്നോടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. നഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ.